ശേഷാദ്രിനാഥന്റെ നിയമനവും മുഖ്യമന്ത്രി സതീശന്റെ ഇരട്ടത്താപ്പും. കെപിസിസിയിൽ പുകയുന്ന വിവാദം. ഒളിച്ചുകളി ആർക്കുവേണ്ടി? മുഖ്യമന്ത്രിയുടേത് പാർട്ടിയെ വെട്ടിയൊതുക്കുന്ന താൻ പോരുമയോ? ആഭ്യന്തര വകുപ്പും തദ്ദേശ വകുപ്പും സംശയത്തിന്റെ നിഴലിൽ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള സർക്കാർ നീക്കത്തെ ചൊല്ലി ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിലെ തർക്കം തെരുവിലേക്ക്. നിർണായകമായ ഈ പദവിയിലേക്ക് തീവ്ര ഹിന്ദുത്വ പശ്ചാത്തലമുള്ള സംഘപരിവാർ ബന്ധമുള്ള ഒരാളെ നിശ്ചയിച്ചതിനെതിരെ കെപിസിസി ജനറൽ സെക്രട്ടറി PM നിയാസ് പരസ്യമായി രംഗത്ത് വന്നതോടെയാണ് വിവാദം കത്തിയത്. എന്നാൽ ഇതിലും വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പുലർത്തുന്ന നിശബ്ദതയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പും താൻ പോരുമയുമാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവി അതീവ ഗൗരവമേറിയതാണ്. വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള നിർണായക പ്രക്രിയകൾ BJPക്ക് അനുകൂലമായി അട്ടിമറിക്കാൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിലൂടെ സാധിക്കുമെന്നാണ് PM നിയാസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. അദ്ദേഹത്തിന് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ, കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പെട്ടെന്ന് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്ത് അപ്രത്യക്ഷനായതെന്നും നിയാസ് ചോദിക്കുന്നു. കഴിഞ്ഞ 15 വർഷത്തെ ശേഷാദ്രിനാഥന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയ ചായ്വ് ബോധ്യപ്പെടുമെന്നും ആ തെളിവുകൾ നശിപ്പിക്കാനാണ് ഈ ധൃതി പിടിച്ച പിൻവാങ്ങലെന്നും അണികൾക്കിടയിൽ സംസാരമുണ്ട്. ഈ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ വിരൽ ചൂണ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി VD സതീശന് നേരെയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മന്ത്രിസഭയുടെ തലവനായിരുന്നിട്ടും ഇത്രയും വലിയൊരു RSS അനുകൂല നിയമന ശുപാർശ തന്റെ സർക്കാരിന്റെ കീഴിൽ നടന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് കോൺഗ്രസിനകത്ത് വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഇവിടെയാണ് മുഖ്യമന്ത്രി സതീശന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. തങ്ങളുടെ KSU കാലഘട്ടത്തിൽ ഇടതുപക്ഷ നേതാവായിരുന്ന ശേഷാദ്രിനാഥ് പിന്നീട് സംഘപരിവാർ പാളയത്തിലെത്തിയത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഈ നിയമനം ക്യാബിനറ്റിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി അത് തടയാൻ ശ്രമിച്ചില്ല. പാർട്ടിയിലെ മറ്റ് ഭാരവാഹികളോ KPCC നേതൃത്വമോ അറിയാതെ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം മുന്നിൽ കണ്ട് ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയുടെ താൻ പോരിമയാണ് ഇവിടെയും വില്ലനായതെന്ന ആക്ഷേപം ശക്തമാണ്. KPCC പ്രസിഡന്റിനെ പോലും കൃത്യമായി വിശ്വാസത്തിലെടുക്കാതെ മുന്നോട്ടു പോകുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി ഭരണത്തിലും പാർട്ടിയിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പരാതി നൽകിയിട്ടുണ്ട്. ശേഷാദ്രിനാഥന്റെ മുൻകാല ചരിത്രത്തെയും സോഷ്യൽ മീഡിയ ഇടപെടലുകളെയും കുറിച്ച് അടിയന്തരമായി ഇന്റലിജൻസ് അന്വേഷണം നടത്തണമെന്നാണ് നിയാസ് ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കോപ്പി ശേഷാദ്രിനാഥനെ കട്ടായം പറഞ്ഞ് ന്യായീകരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് നൽകണമെന്നും നിയാസ് ആവശ്യപ്പെടുന്നു. ഒരാൾ വിശ്വാസിയാകുന്നത് തെറ്റല്ലെന്നാണ് മന്ത്രി KM ഷാജിയുടെ വാദമെങ്കിലും തീവ്ര നിലപാടുകളുള്ള ഒരാളെ ഇത്രയും വലിയ ഭരണഘടനാ പദവിയിൽ ഇരുത്തുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാനാണെന്ന് വ്യക്തം. ആഭ്യന്തരമന്ത്രി ചെന്നിത്തല ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഹൈക്കമാൻഡിനും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം പരാതി പോയ സാഹചര്യത്തിൽ ഈ നിയമന ശുപാർശ താൽക്കാലികമായി ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. എങ്കിലും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും അണികളുടെ വികാരത്തെയും മാനിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ നടത്തുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളും BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കാണിക്കുന്ന തണുപ്പൻ മട്ടിലുള്ള ഇരട്ടത്താപ്പും വരും ദിവസങ്ങളിൽ KPCCയിലും ഭരണമുന്നണിയിലും വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായേക്കാം. അടിത്തട്ടിലെ അണികളുടെ വികാരം ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പതനത്തിന് വഴിവെക്കും.